ഇനിയുള്ള കാലത്ത് അതായത് ഈ 26 മുതൽ ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഏറ്റവും വലിയൊരു ബുദ്ധിഹീനത വിഡ്ഢിത്തരം മണ്ടത്തരം എന്ന് പറയുന്നത് പ്രായമുള്ള ആൾക്കാരെ കേൾക്കുക അത് തന്നെയാണ്. അതായത് നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ പൊളിറ്റീഷ്യനെയും നമ്മുടെ ടീച്ചർമാരെയും അത് നമ്മുടെ ഡോക്ടേഴ്സിനെയും ഇവരെല്ലാവരും കേൾക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തരം. ഇത് ഞാൻ പറഞ്ഞതല്ല, സാമൽട്ടൺ പറഞ്ഞതാണ്. അതായത് നമ്മുടെ ChatGPT എല്ലാം ഫൗണ്ടർ. ഓക്കെ, അതായത് അത് തന്നെയാണ്. ഇതെല്ലാം പണ്ടുപോലെ ഞാൻ പറഞ്ഞത് തന്നെയാണ്. അതെല്ലാം 95% ഞാൻ കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ 5% ആൾക്കാർ ഈ പറയുന്ന പ്രായമുള്ളവരും ബുദ്ധിയുള്ളവരുണ്ടാവും. ഈ പറയുന്ന സിനിമാ നടന്മാരും ബിസിനസ് ആൾക്കാരും ഡോക്ടർമാരും ഇതെല്ലാം നല്ല ആ ഒരു ചിന്തയുള്ള ആൾക്കാർ 5% പെടുന്നതാണ്. ഞാൻ 100% ഒരിക്കലും ഞാൻ പറയാറില്ല. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നരേന്ദ്രമോദി വലിയ കാര്യമായിട്ട് ആഹ്വാനം ചെയ്തേക്കണേ, ഡാറ്റാ സെന്റേഴ്സ് എല്ലാം ഇന്ത്യയിലായിട്ട് വരൂ, ഇത് വലിയൊരു ജോബ് ഓപ്പർച്യൂണിറ്റി തരാൻ പോകണം യങ്സ്റ്റേഴ്സിന് എല്ലാവർക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ തന്നെ ഹ്യൂമൻസിനെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കി റോബോട്ട്സ് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ സെന്റർ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി, അതായത് വെറും ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഇപ്പൊ ഫാക്ടറികൾ കൊണ്ടുവരുന്ന പോലെ ഇറ്റലിയെല്ലാം വേണ്ടായ ഒരു ഏറ്റവും പൊല്യൂഷൻ ആയിട്ടൊരു ഫാക്ടറി ഇവിടെ കൊണ്ടുവന്ന് പ്രവർത്തിച്ചെന്ന് പറയുന്ന പോലെ തന്നെ എല്ലാവരും വരും, ഇന്ത്യയിൽ ഡാറ്റാ സെന്റേഴ്സ് തുടങ്ങിക്കോ. അപ്പൊ ഡാറ്റാ സെന്റേഴ്സിന് കൂൾ ചെയ്യാൻ വേണ്ടി ഒരു ദിവസം തന്നെ വേണ്ടത് കോടാനുകോടി ലിറ്റർ വെള്ളമാണ്. ഓക്കെ, അത് ഭൂമിയുടെ അടിയിൽ നിന്ന് എടുക്കേണ്ടി വരും, ഉപ്പുവെള്ളം പറ്റില്ല. അപ്പൊ അതെല്ലാം ഏറ്റവും വലിയ ഇത് തന്നെയാണ്. വിദേശ രാജ്യങ്ങളെല്ലാം എ സെന്റേഴ്സ് വേണമെന്ന് പറഞ്ഞാൽ അവർ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വിഡ്ഢിയായ അപ്പൂപ്പനെ കൊണ്ട് അപ്പവും വിളിക്കുന്നു, വാ വാ വന്നിട്ട് കുടിച്ചിട്ട് പൊക്കു, വന്നിട്ട് ഇതുപോലെ ആക്കി എടുത്തു. ഇന്ത്യ എന്നുള്ള മഹാരാജ്യം ഇതുപോലെ ഘോരമായ ഒരു ഒരു നരകമാക്കി എടുത്തോളൂ നിങ്ങൾ. അപ്പൊ ഇതാണ് വിഡ്ഢികളായ അപ്പൂപ്പന്മാരെ പറ്റിക്കാൻ സുഖമാണ്. ഓക്കെ, അതായത് നമ്മളെല്ലാം പണ്ട് നമ്മുടെ അച്ഛനമ്മേനൊക്കെ പറ്റിച്ചിട്ടുണ്ട് അല്ലേ, ഓടി മേടിക്കണം, അസൈൻമെന്റ് മേടിക്കണം, സെമിനാർ മേടിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് തന്നെയാണ് ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തെ പൊളിറ്റീഷ്യന്മാരെ അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന അംബാനി അദാനി വിഡ്ഢികളെല്ലാം അതിന്റെ ഒപ്പം തന്നെയുള്ള ആൾക്കാരാണ്. അപ്പൊ ഇതെല്ലാം എനിക്ക് മുൻകൂട്ടി തന്നെ അറിയുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, അതായത് നമ്മുടെ കൊച്ചി ഇതുപോലെയായിരുന്നു 1955 അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം മുതൽ കൊച്ചി എന്നുള്ള ഒരു നഗരം ഇതുപോലെയായിരുന്നു. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ കാലവും ഇപ്പോഴുള്ളതും ഇനി വരാൻ പോകുന്നതും ഞാൻ സൃഷ്ടിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ആയിരുന്നു നമ്മൾ വളർന്നു വന്ന ആ ഒരു കാലം. നമ്മുടെ അച്ഛനും അമ്മയും എല്ലാം പറഞ്ഞിട്ട് പണ്ടെല്ലാം ഇങ്ങനെയായിരുന്നു, ഇപ്പൊ ഇങ്ങനെയായി. ഓക്കെ, ഇങ്ങനെയായപ്പോ കൊടൂരമായ പൊല്യൂഷനും കാര്യങ്ങളെല്ലാം വന്ന് വെള്ളത്തിനും കഴിഞ്ഞ ദിവസം കോഴിക്കോടെല്ലാം 2 ദിവസം വെള്ളമില്ലാതെ എല്ലാം അലഞ്ഞു. ഓക്കെ, അതായത് ഈ പറയുന്ന വെള്ളം കൺട്രോളിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ആയിട്ടുള്ള ആ ഒരു സൊസൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന് വെള്ളം സ്റ്റോപ്പ് ചെയ്താൽ മതി, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്റെ ഭൂമിയുടെ ഇടയിൽ വെള്ളമുണ്ട്, ഞാൻ കുടിച്ച് ജീവിക്കും. നിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ അതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇനി വരാൻ പോകുന്നത്, അത് ഈ വിഡ്ഢികളായി പറയുന്ന അപ്പുമാരി നിൽക്കുന്ന വിഡ്ഢിത്തരമല്ല, ഈ നരകമല്ല സൃഷ്ടിക്കുന്നത്. ഞാനപ്പോ എന്റെ ഐഡിയയിൽ റിലാക്സ് ഹൗസ് യൂണിവേഴ്സ് ഹ്യൂമാനിറ്റിക് കൂടി ഒരു പച്ച നാട്. ഓക്കെ, അതായത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഐ വിൽ കൺവേർട്ട് കേരളം ടു ഇടുക്കി. ഒട്ടും നോർമൽ ചിന്ത ചിന്തിക്കരുത്, ഞാൻ അത്ഭുതമാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. ഓക്കെ, മാജിക് ആണ് പ്രവർത്തിക്കാൻ പോകുന്നത്. അതായത് കൃഷിയും ക്യാൻസർ വെജി ഗാർഡനും ക്യാൻസർ ഫ്രൂട്ടി ഗാർഡനും അതോടൊപ്പം തന്നെ ഭൂമിയുടെ ഇടയിലേക്കെല്ലാം വെള്ളം ഇറക്കും. ഓക്കെ, ഒരു അരമണിക്കൂർ മഴ പെയ്ത് കഴിഞ്ഞാൽ MG റോഡെല്ലാം വെള്ളപ്പൊക്കമാണ്. അപ്പൊ വെള്ളപ്പൊക്കമൊന്നും പാടില്ല ഇനി. ഓക്കെ, അപ്പൊ ആ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്ത് 1955 കൺവേർട്ട് ചെയ്തതാണ്. ഓക്കെ, അതായത് ഈ ഒരു നാട് ഇങ്ങനെ 1950 ഇപ്പൊ ഇതിങ്ങനെ എത്താമെങ്കിൽ ഇനി ഈ 2026 മുതൽ മുമ്പോട്ട് പോകുന്നത് എന്റെ തീരുമാനം അനുസരിച്ചായിരിക്കും. അപ്പോൾ എന്റെ തീരുമാനത്തിൽ എല്ലാ ജീവിതത്തിലെ ജീവജാലങ്ങൾക്കും പാവപ്പെട്ടവരും പണക്കാർക്കും എല്ലാവർക്കും തുല്യമായിരിക്കും. ഓക്കെ, എല്ലാം തുല്യം തന്നെയായിരിക്കും.